നിങ്ങളിപ്പോൾ ഈ കാണുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഏരിയൽ വ്യൂ ആണ്. അപ്പോൾ ഇവിടെ മുല്ലപ്പെരിയാർ ഡാം ഇതാണ്. അപ്പൊ അതിന് ചുറ്റുമായിട്ട് രണ്ട് സംഭവങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് എന്തോ തരത്തിലുള്ള ഒരു ഫോർമേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല മുല്ലപ്പെരിയാർ ഡാമിന്റെ തൊട്ട് സൈഡിലായിട്ട്, അതായത് ഏകദേശം ഈ ഒരു ഏരിയയിലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫോർമേഷനും കാണാൻ പറ്റും. അപ്പോൾ ഇതിന്റെ 3D വ്യൂ ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഈ ഒരു വാട്ടർ ഫ്ലോ, അതായത് ഇപ്പോ ഈ ഡാം ഇവിടെ ഇല്ലാന്ന് വെച്ചോ, വെള്ളം നാച്ചുറലി ഒഴുകുന്ന ഒരു പാത്താണ് ശരിക്കും നമ്മൾ ഈ കാണുന്നത്. ഈ വഴിയാണ് ശരിക്കും ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ ആ ഒരു വാട്ടർ നാച്ചുറലി ആയിട്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോ നമ്മൾ സപ്പോസ് ഈ ഒരു ഏരിയയിൽ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വാട്ടർ പാത്ത് ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അതായത് ഞാനിവിടെ ഇങ്ങനെ കുഴിച്ച് ഈ ഒരു പോയിന്റ് ആയിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഇത്രയും വലിയ ഈ റിസർവയറിന്റെ അകത്തുള്ള വെള്ളം മുഴുവനും ഈ വഴി എനിക്ക് ചാനൽ ചെയ്ത് നേരെ നമുക്ക് ഈ വഴി ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് കൺട്രോൾഡ് രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ചെറിയ ബണ്ടിലൂടെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഈ വെള്ളം ഡൈവേർട്ട് ചെയ്ത് ഈ ഒരു സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ വെള്ളത്തിന്റെ ഈ റിസർവയറിനകത്തുള്ള വെള്ളം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം. ആ മുല്ലപ്പെരിയാർ ഡാമിന് ചുറ്റും ഇതേപോലെ കറക്റ്റ് ആയിട്ട് രണ്ട് സംഭവങ്ങൾ ഇതിന് ചുറ്റുമുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സംഭവം വെച്ച് നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മുല്ലപ്പെരിയാർ ഡാമിനെ കറക്റ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. ഞാനിപ്പോ പറയട്ടെ, ഇത് എന്റെ മാത്രം ഒരു ഐഡിയ ആണ്. ഞാൻ ഈ ഏരിയയിൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോ നമ്മൾ ഇവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഡാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മണ്ണൊക്കെ നിറച്ചിട്ട് ഒരു ബണ്ട് പോലെ കുത്തി നിർത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഈ സംഭവം ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതായത് ഈ പാത്വേ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാൻ പറ്റും, ഏകദേശം 40-42 മീറ്റർ ഉയരത്തിലുള്ള വെള്ളം നമ്മൾ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം, അത് ഒരു ഡാം തന്നെ വേണ്ടി വരും നിങ്ങൾ ചോദിക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഈ വഴി വെള്ളം ഡൈവേർട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഈ റിസർവയർ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് കൺട്രോൾ ചെയ്യുന്നതിലൂടെ ഒരു ചെറിയൊരു ബണ്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വെള്ളം നമുക്ക് ഈ മുല്ലപ്പെരിയാറിലേക്ക് പോകുന്നതിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്റെ ഈ ഒരു അനാലിസിസിലൂടെ ഞാൻ ഉദ്ദേശിച്ചു വരുന്നത് എന്താ വെച്ചാൽ, മുല്ലപ്പെരിയാർ ഡാമിലേക്ക് നിൽക്കുന്ന ആ ഒരു സ്ട്രെസ്, അതായത് ഈ ഡാമിലേക്ക് ഈ വരുന്ന ഈ ഒരു വെള്ളത്തിന്റെ ആ ഒരു സ്ട്രെസ് ഇല്ലേ, അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തിന്റെ ആ ഒരു ഭീതി നമ്മുടെ ജനങ്ങളുടെ തലേന്ന് എടുത്ത് മാറ്റാൻ പറ്റും. അപ്പൊ ഈ ഒരു സംഭവം എത്രയും പെട്ടെന്ന് ഒഴിവാക്കണമെങ്കിൽ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്തേ പറ്റൂ. അതേ ഒരു മാർഗമുള്ളൂ. അതിനെ പറ്റി ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു മാർഗമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇവിടെ ഒരു ഐസൊലേറ്റ് ചെയ്യുക, അതായത് കോഫർ ഡാം വെച്ചിട്ട് ഇവിടെ ഐസൊലേറ്റ് ചെയ്യുക. അതിനുശേഷം ഈ വഴി, അതായത് ഈ ഒരു പാത്തിലൂടെ നമ്മൾ വെള്ളം ഡയറക്റ്റ് ആയിട്ട് ഡൈവേർട്ട് ചെയ്ത് ഇങ്ങനെ വിടാം. അതായത് നിങ്ങളൊന്ന് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ കാണുന്നത് ഒരു ഹിൽ സൈഡാണ്, ഒരു കുന്നിന്റെ ചരിവാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം. ഇതാണ് ആ കുന്നിന്റെ ചരിവ് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ചെറിയ രീതിയിലുള്ള ഒരു പാത്ത് വേ നമ്മൾ ഇവിടെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ വഴി ഇങ്ങനെ പോയി നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വരുന്ന ആ ഒരു പാത്ത് വേ എന്ന് പറയുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ വഴി ഇങ്ങനെ വെള്ളം അങ്ങോട്ട് സുഖമായിട്ട് ഇങ്ങനെ ഒഴുകി പൊക്കോളും. ഓക്കെ, ഇതാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം വരുന്നത്. അപ്പോൾ ഈ ഒരു പാത്ത് വേ അവിടെ ഫില്ല് ആയിക്കോളും. ജസ്റ്റ് ഇവിടെ ഇരിക്കും നമ്മുടെ ആ ഒരു കോണ്ടാക്ട് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന കോണ്ടാക്ട് ഞാൻ പറഞ്ഞത്. ഇതാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ പാത്ത് വേ എന്ന് പറയുന്നത്. ഇതാണ് എനിക്ക് തോന്നിയ ഒരു അനാലിസിസ്. ഇതിപ്പോ ഞാൻ ചെയ്യാൻ കാരണം, ഇങ്ങനെ ഈ ഒരു സംഭവം ഞാൻ എടുത്ത് പറയാൻ കാരണം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഡാമിലത്തെ ആ ഒരു സ്ട്രെസ് ഒഴിവാക്കുക, അതിലേക്ക് ആ വെള്ളത്തിന്റെ ആ ഒരു ഫോഴ്സ് ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞത്. അപ്പോൾ ഇത് എന്റെ മാത്രം അനാലിസിസ് ആണ്, സോൾലി എന്റെ ഒരു അനാലിസിസ് ആണ്. ഇത് മണ്ടത്തരമാണോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇന്ന് നോക്കുന്നുണ്ട്. ഗൂഗിൾ മാപ്പിൽ നിന്നും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇനിയിപ്പോൾ വെള്ളം ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് അല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലേക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്നൊക്കെ പറയുന്നത് അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. പ്രത്യേകിച്ച് ഇതേപോലത്തെ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ അത് ശരിക്കും നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം അത്രയ്ക്ക് ഹൈറ്റ് ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇത് നിൽക്കുന്നത്. കുന്നിൻ ചെരുവിലാണ് ഈ ഒരു പാത്ത് വേ നിൽക്കുന്നത്. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് മുല്ലപ്പെരിയാർ ഡാമിനെ ഡീകമ്മീഷൻ ചെയ്യാൻ പറ്റും. അതായത് ഇത് ഇവിടുന്ന് കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റാനുള്ള സാധ്യത ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു സാധാരണ ഒരാൾ എന്ന നിലയിൽ, അതോടുകൂടി ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്.
പുതിയൊരു ഡാം പണിതതിനു ശേഷം നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത് ഈ കൃത്രിമമായിട്ടുള്ള ഈ ഒരു വാട്ടർ വേ നമുക്ക് ശരിക്കും താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ പെർമനന്റ്ലി നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതോടെ തന്നെ നമുക്ക് ഈ റിസർവോയറിന്റെ വെള്ളം പഴയ പോലെ തന്നെ ഫുൾഫിൽ ചെയ്യാൻ പറ്റും. അതായത് നേരത്തെ എങ്ങനെയാണ് ഇരുന്നത് അതേപോലെ തന്നെ വയ്ക്കാനും പറ്റും. അത്യാവശ്യത്തേക്കുള്ള സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഡാം നമുക്ക് അവിടെ പണിയാനും പറ്റും. ഇതാണ് എന്റെ ഒരു ഐഡിയ. ഓക്കെ, ഇത് എന്റെ മാത്രം കാര്യങ്ങളാണ്. ഇത് മണ്ടത്തരമാണോ കാര്യങ്ങളോ ആണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അതായത് ഇത്തരം അക്യുറേറ്റ് ആയിട്ടുള്ള മാപ്പ് ഡേറ്റ ഒക്കെ നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഓരോരുത്തർക്കും വേണമെങ്കിലും ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് ഓരോരോ ഐഡിയാസ് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഇതിപ്പോ ഞാൻ പറയുന്ന കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും ഇത് വർഷങ്ങളോളം നീണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ചാനൽ, അതായത് ഇവിടെ കൂടെ നമുക്ക് ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള ഹെവി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഇവിടെ കൊണ്ടുവരേണ്ടി വരും. അതായത് ബുൾഡോസർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഈ സർഫസിനെ പ്രിപ്പയർ ചെയ്യണം. അതായത് ഇത്രയും ഓൾട്ടിറ്റ്യൂഡിൽ ഇത്ര ഹൈറ്റിലൊക്കെ ഈ പറയുന്ന ഹെവി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ അവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പ്രിപ്പയർഡ് ആയിരിക്കണം. ആ ഒരു പ്രിപ്പറേഷൻ തന്നെ അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആണ്. അതായത് ഏതാനും വർഷങ്ങളോളം ചിലപ്പോൾ വേണ്ടി വരും. അതായത് ഈ ഒരു സ്ഥലത്തിന്റെ ടെറൈനും അവിടുത്തെ അവസ്ഥയ്ക്ക് അനുസരിച്ച് ശരിക്കും ഡിപ്പെൻഡന്റ് ആണ്. അതായത് ഈ ലോകത്തുള്ള എല്ലാ ഡാമുകളും ഒരു യുണീക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. അതായത് ഒരു ഡാമും മറ്റൊരു ഡാമും തമ്മിൽ കംപ്ലീറ്റ്ലി ഈക്വൽ ആയിട്ടുള്ള സംഭവം ഒന്നല്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ഡാം ഡീകമ്മീഷൻ ചെയ്യുകയാണെങ്കിൽ അതൊരു യുണീക്ക് പസിൽ തന്നെയാണ്. അതായത് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആർച്ച് ഡാം ആണ് ഇപ്പൊ ഡീകമ്മീഷൻ ചെയ്യുന്നതെങ്കിൽ അവിടെ വേറെ രീതിയിലുള്ള ഒരു മെത്തേഡൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമാണ് അത് ഡീകമ്മീഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ ഈ മുല്ലപ്പെരിയാറിന്റെ ഏരിയയിൽ ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ, അതായത് ഈ ഡീകമ്മീഷൻ ചെയ്യേണ്ട എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിക്കണമെങ്കിൽ ഇവിടെയുള്ള സർഫസും കാര്യങ്ങളൊക്കെ, അതായത് അതിനുള്ള വഴികളും റോഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. അതായത് സെറ്റ് ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമാണ് ഇത്ര ഹെവി ആയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഏരിയയിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പാത്ത് വേ ക്ലിയർ ചെയ്യാന്നുള്ളത്. ഈ ഒരു പ്രോസസ്സ് തന്നെ ചിലപ്പോൾ മാസങ്ങളോളം, ചിലപ്പോൾ ഒരു വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സ് ആയിരിക്കും. അതിനുശേഷമാണ് നമുക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സംഭവം, അതായത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഈ ഒരു സംഭവം, ഈ രണ്ട് സംഭവം അല്ലെങ്കിൽ ഈ രണ്ട് ഒരു പാത്ത് വേ നമുക്കൊന്ന് ഐസൊലേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം വേണ്ടത്. ഇത്തരത്തിലുള്ള ഐസൊലേഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ഡാം സെറ്റപ്പാണ് ശരിക്കും കോഫർ ഡാം എന്ന് പറയുന്നത്. അതായത് കൃഷിയിടങ്ങളിൽ നമ്മൾ ഒരുപാട് കല്ലും മണ്ണൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ബണ്ട് പോലെ ഉണ്ടാക്കി നിർത്തിയില്ലേ, അതേപോലത്തെ സെയിം സിറ്റുവേഷനിലൂടെ ഒരുപാട് പാറക്കല്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒരു ടെമ്പററി ഐസൊലേഷൻ ആണ് ശരിക്കും കോഫർ ഡാം എന്ന് പറയുന്നത്. അതിന് സ്പെല്ല് ഞാൻ താഴെ എത്തി കാണിക്കാം. ഇങ്ങനത്തെ ഒരു പ്രൊസീജിയർ ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ സമയം കൊണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇത്രയും വർഷം, ഏകദേശം 126 വർഷമായിട്ട് ഈ ഡാം ഇങ്ങനെ വർക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ 126 വർഷത്തെ കാര്യങ്ങളെല്ലാം ഈ ഒരു ഡാമിന്റെ അടിഭാഗങ്ങളിൽ ഇങ്ങനെ സെറ്റിൽഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അതായത് ഒരുപാട് ചെളിയും മണ്ണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റിൽഡ് ആയിട്ടുണ്ടാവും. ഇവിടെ ചെളിയും മണ്ണും മാത്രമായിരിക്കില്ല, ഒരുപാട് തരത്തിലുള്ള ടോക്സിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സ്റ്റാൻഡ് സ്റ്റിൽ വാട്ടർ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് രീതിയിലുള്ള ആൽഗേസും, അതായത് പായലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ പായലിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് അറിയാം, അത് വെള്ളത്തിനെ ഡിയോക്സിജനൈസ് ചെയ്യും. അതായത് വെള്ളത്തിലുള്ള ഓക്സിജൻ അത് മാക്സിമം വലിച്ചെടുക്കാൻ നോക്കും. കാരണം ഇത് സർവൈവ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു എക്കോസിസ്റ്റം വ്യത്യാസമുണ്ട്, താഴത്തെ വെള്ളത്തിന്റെ എക്കോസിസ്റ്റം ശരിക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം വേറെ എന്തെങ്കിലും രീതിയിൽ, അതായത് പെട്ടെന്ന് ഇതിന്റെ അകത്തുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സംഭവത്തിന്റെ അകത്തേക്ക് വിടുകയാണെങ്കിൽ ഇവിടുത്തെ എക്കോസിസ്റ്റം തമ്മിലൊരു ഇംബാലൻസ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ ആയിട്ട് പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നുക, അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു എക്കോസിസ്റ്റം വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇവിടുത്തെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു എക്കോളജിക്കൽ ഇംബാലൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിപ്പോ ഞാൻ ബയോളജിക്കലാണ് പറയുന്നത്, പക്ഷെ ആ ഒരു സംഭവം നമുക്ക് ഇവിടെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ 2018 ഫ്ലഡ് ഉണ്ടായ പോലത്തെ സിറ്റുവേഷൻ തന്നെ ഇവിടെ ഉണ്ടാവും. കാരണം ഇവിടെ വെള്ളം പോകുന്നത് കൺട്രോൾഡ് മാനറിലായിരിക്കില്ല. അതായത് റിസർവറിന്റെ ഫുൾ പ്രഷറിലായിരിക്കും ഈ വെള്ളം ഇതിന്റെ അകത്തോടെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തെറിച്ചിങ്ങനെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡാം തുറന്നു വിടുന്നതിന് സമാനമായിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും. അതായത് 2017 പോലത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇന്ത്യയിൽ മാത്രം ഏകദേശം 5700ഓളം ഡാംസ് ഉണ്ട്. അതിൽ 100ഓളം ഡാം ഏകദേശം 100 വർഷം കഴിഞ്ഞ് നിൽക്കുന്ന ഡാംസ് ആണ്. ഓക്കെ, അതിൽ ചെറിയ ഡാമൊന്നുള്ള മുല്ലപ്പെരിയാർ ഡാം പോലെ വലിയ ഡാമുകളാണ് ഈ പറയുന്ന 100 ഡാം എന്ന് പറയുന്നത്. അതും സർപ്രൈസ് ഒന്നുമില്ല, ഇന്ത്യയിലത്തെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഡാം എന്ന് വിലയിരുത്തുന്ന ഒരു ഡാമാണ് ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡീകമ്മീഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗമാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വഴിയാണ് ഞാൻ ശരിക്കും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇത്ര നേരം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാണ്ട് വേറെ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഡാമിന്റെ സൈഡിൽ കൂടെ
എന്തെങ്കിലും ഒരു ചെറിയൊരു ബണ്ടൊക്കെ ഇട്ടിട്ട് ഈ വെള്ളം ഇങ്ങനെ പയ്യെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ വിടുക. അല്ലെങ്കിൽ ഈ ഡാം പയ്യെ നമ്മൾ കൺട്രോൾഡ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഈ വെള്ളം ഇതിന് മുകളിൽ കൂടി ഇങ്ങനെ ഓവർ സ്പിൽ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുക. അതൊക്കെ സാധാരണ ചെറിയ ചെറിയ ഡാമുകളിലാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഈ ഡാമിന്റെ അടിവാരത്തൂടെ, അതായത് അടിയിലൂടെ നമ്മൾ ഒരു വലിയൊരു പൈപ്പിങ്ങോ എന്തെങ്കിലും ഒരു കേസിംഗ് ഒക്കെ ഇട്ടിട്ട് അതിന്റെ അകത്തോടെ ഈ ഡാമിന്റെ അകത്തുള്ള വെള്ളം മുഴുവനും ഫ്ലഡ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോ ലാസ്റ്റ് പറഞ്ഞ മെത്തേഡ് ഒരിക്കലും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം 2018 ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നല്ല രീതിയിലുള്ള വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിലുള്ള മെത്തേഡ് മാത്രമാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് അത്രയ്ക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അപ്പോ എനിക്ക് ഈ ഒരു അനാലിസിസിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, ഈ ഡീകമ്മീഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നടക്കുന്ന ഒരു സംഭവം എന്നല്ല. അത് ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ജയന്റ് പ്രൊസീജിയർ തന്നെയായിരിക്കും. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സോൾലി എന്റെ റിസർച്ച് ചെയ്യുന്ന എനിക്കും മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. നമ്മുടെ ലോകത്തിൽ ഏകദേശം 8 ലക്ഷത്തിന്റെ മുകളിൽ ഡാമുകളുണ്ട്. അതും ഡാമിന്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ ഡാം ഇങ്ങനെ കരുത്തോടെ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് ഒരിക്കലും ഇങ്ങനെ പറയാനും പറ്റില്ല. കാരണം അത്രയ്ക്ക് ഓൾഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ സംഭവം പണിതിരിക്കുന്നത്. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നത് എങ്ങനെ, അത് ഡീകമ്മീഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ അറിയില്ല. പക്ഷെ എന്റെ ഒരു അനാലിസിസ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്ന വിവരം അനുസരിച്ച് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഏകദേശം 350 മീറ്റർ മാറിയിട്ട് പുതിയൊരു ഡാം പണിയുന്നതാണ്. ഏകദേശം 8 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഡാം കൺസ്ട്രക്ഷൻ പ്രൊജക്ട് ആയിരിക്കും അത്. ഈ ഡാമിന്റെ ഡീകമ്മീഷനെ പറ്റിയിട്ട് ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ ചെയ്യാമെന്ന് ആരും ഇതുവരെയായിട്ട് പറഞ്ഞു തന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെറ്റീഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ആ പെറ്റീഷൻ ഫയൽ ചെയ്യുക. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡീകമ്മീഷൻ ഒരു യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.